അഖിലേന്ത്യാ ആദിവാസി മഹാസഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മുതൽ 2001 വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ആദിവാസി കുടുംബത്തിന് 1 ഏക്കർ ഭൂമിയെങ്കിലും സ്വന്തമായി ലഭിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തിയതാണ്. എന്നാൽ അതിനുശേഷം വന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഭൂമി ലഭ്യമാകാൻ വേണ്ടി സമരം നടത്തിയ ആദിവാസികൾക്ക് നേരെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വെടിവെച്ച് ഒരു ആദിവാസി സമരമുഖത്ത് വെച്ച് രക്തസാക്ഷിയാകേണ്ടി വന്ന സംഭവം പോലും UDF ഭരിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2003 ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം നടത്തിയ ആദിവാസി ജോഗി എന്ന് പറയുന്ന ആൾ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ പോലീസിന്റെ വെടിയേറ്റ് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. 1996 മുതൽ 2001 വരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരെ ആദിവാസികളെ കൊണ്ട് വലിയ തോതിൽ സമരം ചെയ്യിപ്പിച്ച പ്രസ്ഥാനമാണ് UDF. എന്നാൽ ആ LDF ഗവൺമെന്റ് കേരളത്തിലെ ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമിക്ക് ഉറപ്പുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ UDF പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പിലാക്കാനോ ആദിവാസികൾക്ക് ഭൂമി നൽകാനോ ഉള്ള നടപടി സ്വീകരിച്ചില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2006 മുതൽ 2011 വരെയുള്ള കാലം കേരളത്തിൽ ഭരിച്ചു. കേരളത്തിൽ ആദിവാസികളോട് ഏറ്റവും അനുകൂലമായ ഒരുപാട് നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. 2003 ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിൽ പോലീസ് വെടിവെപ്പിൽ ആദിവാസിയായ ജോഗിക്ക് മരിക്കേണ്ടി വന്നുവെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ആ ജോഗിയുടെ നിരാലംബരായ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ജോഗിയുടെ മകൾക്ക് വയനാട് കലക്ടറേറ്റിൽ ജോലി നൽകിക്കൊണ്ട് പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ജോലി നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് പക്ഷത്തോടൊപ്പമാണെന്ന് കൃത്യമായി തെളിയിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദിവാസികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഭൂമി പോലും ഇല്ലാതാക്കുന്ന ആലോചനകളും നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായാണ് ആദിവാസി മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്.